വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ അങ്ങോട്ട് കടന്നപ്പോൾ കുറേ ബാഗ്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. സ്കൂൾ ബാഗ്സ് മാത്രമല്ല കേട്ടോ, എല്ലാ ടൈപ്പ് ഓഫ് ബാഗ്സും ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് നോക്കിയത് പൗച്ചാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏതെടുക്കണം എന്ന്. ഞാനിങ്ങനെ കാട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ ഒരു പൗച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തുമ്പ് പിടിച്ച പൗച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ അത് എടുത്തില്ല, വേറെ 2 പൗച്ചാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സിന്റെ കളക്ഷനിലോട്ട് കടന്നു. എനിക്ക് ലഞ്ച് ബോക്സ് ഈ പ്രാവശ്യം ആവശ്യമില്ല. എന്ത് കഴിഞ്ഞ പോലത്തെ ഒരു കേടുമില്ല. അപ്പം തുമ്പൂന് വേണം. തുമ്പു ലഞ്ച് ബോക്സ് എടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും 2 കറി ബോക്സും എടുത്തു. പിന്നെ വീട്ടിലോട്ട് കുറച്ച് റബ്ബർ ബാൻഡ്, ഹുക്ക്, പിന്നെ കീക്ക് വേണ്ടിയിട്ട് കീ ചെയിൻ ഒക്കെ വേണം. അപ്പം അതൊക്കെ അമ്മമ്മ എടുത്തു കേട്ടോ. ഞങ്ങൾ അവിടെ അതൊക്കെ ഇരിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നത് വാട്ടർ ബോട്ടിലിന്റെ സെക്ഷനിലോട്ടാണ്. ഇവിടെയും എനിക്ക് കൺഫ്യൂസിങ് ആയിരുന്നു ഏതെടുക്കണം എന്ന്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുതൽ ഞാനും തുമ്പും പ്ലാസ്റ്റിക് ബോട്ടിൽസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്റ്റീലാണ് നല്ലതെങ്കിൽ കൂടെ അതിലൊരു സ്മെല്ല് വരികയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബോട്ടിലാണ് ഇപ്പൊ തുമ്പുവിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ 2 പേരും എടുത്തത്. സെയിം ബോട്ടിലാണ് എടുത്തത്. ഈ ഒരു കളർ തുമ്പുവിന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കളറ്. അവിടെ ഇരിക്കുന്ന വേറൊരു കളറും പിങ്കും യെല്ലോയും ഒക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ലെങ്ത് ഉള്ള ബോട്ടിൽ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അതെടുത്തില്ല. ഞങ്ങൾ 2 പേരും സെയിം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെ എടുത്തു. തുമ്പ് ലാസ്റ്റ് വരെ അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ എക്സൻസിൽ പോയ ഞാൻ ആദ്യം പോകുന്ന സെക്ഷനാണ് ഈ കളേഴ്സിൻ്റെ സെക്ഷൻ. കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെറുതാണ് വേണ്ടത്. അപ്പം അതെടുത്തു. പിന്നെ ഞങ്ങൾ എന്താണ് സ്കെച്ച് എടുത്തു. ബ്ലാക്ക് സ്കെച്ച്, ഒരു പാക്കറ്റ് ഫുൾ ബ്ലാക്ക് സ്കെച്ച് എടുത്തു കേട്ടോ. റീസൺ പറയാം. പിന്നെ എന്താണ് ഹൈലൈറ്റേഴ്സ് കുറച്ചെടുത്തു. പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട് പോർഷനിലുള്ള നെയിം സ്ലിപ്പൊക്കെ എടുക്കുന്നത്. എനിക്ക് നെയിം സ്ലിപ്പ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനെടുത്തത് പ്ലെയിൻ പേസ്റ്റൽ ഷെയ്ഡുള്ള നെയിം സ്ലിപ്പാണ്. ഞങ്ങൾ 2 പേരും എടുത്തത്. അപ്പോൾ 4 ഷീറ്റ് അതെടുത്തു. പിന്നെ ഉള്ളത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പിക്ചർ എന്താ, അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെടുത്തു. പിന്നെ ഇവിടുന്ന് ബാഗ് ഞാൻ വാങ്ങാതെ പോവാമെന്ന് വിചാരിച്ചതാണ്. വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് എനിക്ക് ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൂ ബാഗ് തുമ്പൊരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു കൗവിൻ്റെ പിക്ചറുള്ള ബാഗാണ് എടുത്തത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ എനിക്ക് വി ഗൈഡ് വാങ്ങാനായിട്ട് മുകളിലോട്ട് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വി ഗൈഡ് വാങ്ങുന്നത്. അതിൽ കുറേ എക്സാം പേപ്പർ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാനുണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങുന്നത്. അപ്പം ഞാൻ മാത്സിൻ്റെ ആണ് നോക്കിയിട്ട് പോയത്. പക്ഷെ അവിടെ ഇംഗ്ലീഷിൻ്റെ ബേസിക് സയൻസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് 2 എടുത്തു. പിന്നെ സാൻസ്ക്രിറ്റിൻ്റെ ഹാൻഡ് ബുക്കും എടുത്തു. പിന്നെ ഞാൻ മേലെ പോയപ്പോൾ ഒരു പൗച്ച് എടുത്തു കേട്ടോ. താഴെ ഇരിക്കുന്ന പൗച്ചൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരെ. അപ്പം അവിടെ നിന്ന് പൗച്ച് എടുത്തു. പിന്നെ ഞാൻ ആ സാൻസ്ക്രിറ്റിൻ്റെ ഹാൻഡ് ബുക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ബില്ല് ചെയ്യാൻ കാത്തിക്കുകയാണ്. ബില്ല് ചെയ്ത് തുടങ്ങി. മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ സ്കൂൾ സ്റ്റേഷനറീസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല പിന്നെ ബില്ല് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അറ്റൻഡൻസിൽ നിന്ന് ഇറങ്ങുന്നത് 5:35 കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്നത് കൊണ്ട്, തരാൻ നിൽക്കുന്നത് കൊണ്ട് മമ്മിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ കൂടെ മമ്മ എല്ലായിടത്തും ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കാണ് വെറുതെ.
അപ്പം ഇതാണ് കേട്ടോ ഡയറിയുടെ കളക്ഷൻസ്. ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു ക്യൂട്ട് കളക്ഷൻ ഒന്നും കണ്ടില്ല കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള ഡയറീസ്, ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല. അപ്പം പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്, ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ടോയ്സ് ഉണ്ട്, പിന്നെ വർക്ക് ഷീറ്റ്സ് ആണ്. ഇത് 9th-ന്റെയും 10th-ന്റെയും ഒക്കെ വർക്ക് ഷീറ്റ്സ് ആണ്. പിന്നെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാങ്ങാൻ മറന്നതായിട്ടോ വാങ്ങാനുള്ളതായിട്ടോ ഒന്നുമില്ല കേട്ടോ ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയാണ്. പിന്നെ എനിക്കൊരു വെക്കേഷൻ ആക്ടിവിറ്റി ബുക്ക് കണ്ടു ഞാൻ. അതിൽ കുറേ പിക്ചേഴ്സ് കളർ ചെയ്യാനും കുറച്ച് പസിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. KG to 4th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്ലാസ്സിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുക്സും. പിന്നെ ഞാൻ ആ ടോയ്സിൻ്റെ സെക്ഷൻ എത്തുന്നേക്കാൾ തൊട്ട് മുമ്പ് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴാട്ടോ ഈ ബുക്ക് കണ്ടേ. ഇപ്പോഴാണ് ഞാൻ ആ ബുക്ക് കാണണത്. ഞാൻ കുറേ തിരഞ്ഞിട്ട് എനിക്കത് കിട്ടിയില്ല. തുമ്പ് പിന്നെ നമ്മോട് ഹൂലാ ഹൂപ്പൊക്കെ വാങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കളിക്കാറില്ല അത് അധികം. എനിക്ക് ചെയ്യാൻ അറിയില്ല, തുമ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞങ്ങളത് വാങ്ങിയില്ല. ഞാൻ വീണ്ടും തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ബുക്ക്. പിന്നെ തുമ്പു കുറച്ച് ടോയ്സ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടില്ലേന്നൊന്ന് ഉറപ്പ് വരുത്തായിരുന്നു കേട്ടോ. ഇപ്പൊ കാണിച്ച ഈ ഒരു സെക്ഷനിലാണ് കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പം ഇനി നമ്മൾ ഇപ്പൊ കടന്ന സെക്ഷനിലാണ് റീഡിംഗ് ബുക്സ്. ഇവിടെ കുറെ ബുക്സ് ഉണ്ട്. HNC പബ്ലിക്കേഷൻസിന്റെ വെറൈറ്റി ബുക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷനാണ് കേട്ടോ ഗ്ലൂ ഒക്കെ വാങ്ങിയത്. ഞാനും അമ്മമ്മയും കൂടിയിട്ടാണ് വാങ്ങിയത്. പിന്നെ ഞാനെടുത്ത ഗ്ലൂ ഒക്കെ അമ്മയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. സ്കൂൾ ഷോപ്പിംഗ് സ്കൂൾ സ്റ്റേഷനറീസ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിൽ നിന്നാണ് കേട്ടോ അംബ്രലയും അതുപോലെ തന്നെ ചപ്പലും വാങ്ങിയത്. എനിക്കൊരു ബ്ലാക്ക് ചപ്പലും തുമ്പൂനൊരു ഡാർക്ക് ബ്ലൂ ചപ്പലുമാണ് വാങ്ങിയത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എസൻസിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇത് ബാഗ്. ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇത് ചേച്ചിയുടെ യൂണിഫോമിന് മാച്ച് ആണ്. ഇത് ക്യാറ്റേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. ഇത് നമുക്ക് 1 year വാറണ്ടി ഉണ്ട്. എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഞാൻ ലാവൻഡർ കളറൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ബാക്ക് ടു സ്കൂൾ സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ല ഓഫേഴ്സും ഉണ്ട്. ഇതാണ് എന്റെ ബാഗ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ലാവൻഡർ കളർ തന്നെയാണ്. ചേച്ചി ലാവൻഡർ കളർ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വീട്ടിൽ നിന്ന് ലാവൻഡർ കളറിന് വിചാരിച്ചിട്ടാണ് പോയത്. ഞാൻ വാങ്ങിയ മിക്ക സാധനങ്ങളും തുമ്പും വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതൊക്കെ തുമ്പുന് വേണം. സത്യം പറഞ്ഞാൽ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ബുക്കൊക്കെ വെച്ച് വരുമ്പോ അത് കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. പിന്നെ ഇത് എനിക്ക് പറ്റിയ ബാഗിന്റെ ഇത് കംഫർട്ടബിൾ ആവും. അവൾക്ക് പാകത്തിനുള്ള ഒരു ബാഗാണ്. പിന്നെ ഇത് ബാക്കിലൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ കുറെ സാധനങ്ങൾ വെച്ചിട്ടും വെയിറ്റ് തോന്നുന്നില്ല. പിന്നെ ഇത് 5 year വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. തുമ്പുന്റെ വൈറ്റ് ക്രാഫ്റ്റിന്റെ ബാഗാണ്. പിന്നെ ഇത് എനിക്ക് പറ്റിയ ബാഗ്സിന്റെ കളക്ഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ്. ഓക്കെ, നമുക്ക് ബാക്കി വാങ്ങിച്ച സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് തുമ്പു തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞാനൊരു പൗച്ചാണ് വാങ്ങിയിട്ട് ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഈ പൗച്ച് ഫ്രണ്ട്സ് ആദ്യം പോയപ്പോഴേ എടുത്തു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് ആദ്യം എന്റെ കണ്ണിൽ പെട്ടത് ഈ പൗച്ചാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എടുത്തപ്പോ തുമ്പു അതെടുത്തു. പിന്നെ തുമ്പു അത് അവിടെ കണ്ടില്ല, വെക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ വെച്ചു. ഞാൻ വേറെ പൗച്ചുകളാണ് നോക്കുന്നത്. ഞാൻ സിബൊക്കെ നോക്കി വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൗച്ച് ഞാൻ എടുത്തു. ചേച്ചി അത് തുമ്പ് ഇവിടെ നിന്ന് പോയത് ബോക്സ് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പൗച്ച് കൊട്ടിലും വന്നിട്ടാണ്. നല്ല സിപ്പ് ക്വാളിറ്റി ആണ് കേട്ടോ ഇതിന്. പിന്നെ ഇത് നല്ല സ്പേസും നല്ല ക്യൂട്ടാണ്, നല്ല സ്പേസും ഉണ്ട്. അതെന്റെയാണ്. തുമ്പൂരിന് എണ്ണം എനിക്ക് 2 വാങ്ങിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഒരെണ്ണം, ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ഞാൻ ചേച്ചിയുടെ ഗൈഡ് വാങ്ങാൻ മേലെ പോയ സമയത്ത് ഈ പൗച്ച് ഞാൻ താഴെ ഇരിക്കേണ്ടി കണ്ടിട്ടില്ല, മേലെ ഇരിക്കേണ്ടി വന്നു. താഴെ ഇരിക്കേണ്ട ഒന്നും തുമ്പ് കണ്ടില്ല, മേലെ പോയപ്പോഴാണ് ട്രാൻസ്പെറന്റ് പൗച്ച് ഒക്കെ കണ്ടത്. അപ്പൊ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിത് എനിക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ എന്റെ പൗച്ച് പെട്ടെന്ന് കേട് വരുന്നോണ്ട് എന്തായാലും 2 വാങ്ങിക്കാൻ വിചാരിച്ചു. നല്ല പൗച്ചുകളാട്ടോ, നല്ല പൗച്ചിന്റെ കളക്ഷൻ ഉണ്ട് അവിടെ. എന്റെ ഫസ്റ്റ് പൗച്ച് വന്നിട്ടുള്ളത് ഈ ഒരു പൗച്ചാണ്. ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് രണ്ടിലും ഈ പൗച്ചിലും സെയിം സ്പേസ് ആണ് വരുന്നത്. പക്ഷെ ഇതാണ് വ്യത്യാസം, ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അതൊക്കെ എനിക്ക് എന്റെ 2 പൗച്ച് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ 2 പൗച്ചിനേക്കാൾ എനിക്ക് എന്റെ പൗച്ചാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെയല്ല സ്വയം പൗച്ച്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് പൗച്ച്. ഇനി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വരെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. ഇതും അതുപോലെ തന്നെ നല്ല ക്യൂട്ട് പൗച്ച്. കണ്ടാ മനസ്സിലായിക്കൂടെ? ഓക്കെ, ഇതാണ് അപ്പൊ നമ്മുടെ 2 പേരുടെയും പൗച്ചസ്. 2 തുമ്പിന്റെ 2. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഹൈലൈറ്റർ ചേച്ചിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ബേബി ഇതിന്റെ ഉള്ളിലാണ്. തുമ്പ് 30ക്കും ഞാനിനി 60ക്കാണ്. തുമ്പ് ഫസ്റ്റ് ടൈമാണ് ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബോട്ടിൽ. ആണോ? എന്റെ വാട്ടർ ബോട്ടിൽ. ഇതാണ് എന്റെ ബോട്ടിൽ. ഒരേപോലെ ഇത് ഓൺലൈനിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ നിറഞ്ഞു കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര തടിച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. നമുക്കിത് രാവിലെ കുടിക്കാൻ എന്താ വെള്ളമൊക്കെ ഇതാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതും നേരത്തെ പൗച്ച് പോലെയാണ്. ഞാൻ പിന്നെ എടുത്ത് വെച്ചില്ല. ഞാനൊരു ബോട്ടിലെടുത്ത് തുമ്പൂന് അത് തന്നെ വേണം. ഞാനത് ഫസ്റ്റ് ഒരു ആൻറ്റി എടുത്തിട്ട് കണ്ടു. അത് കണ്ടിട്ട് ഞാൻ അവിടെ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. എന്നിട്ടാണ് തുമ്പ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒന്നും കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നാലും എന്തായാലും പേര് എഴുതിക്കണം. നെക്സ്റ്റ് ഈ ഒരു ഇതാണ് കേട്ടോ, മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ആണ്. ഇത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഞാൻ ഒരു എന്താണ് നമ്മുടെ ഞാൻ ക്യാമലിന്റെ ആദ്യം 5th വാങ്ങി. എന്നിട്ട് അത് കേട് വന്നപ്പോൾ ഞാൻ എന്ത് വാങ്ങി? ഡോംസിന്റെ വാങ്ങി. കോമ്പസ് ഒക്കെ പൊട്ടിട്ടോ. പിന്നെ ഇത് നോക്കും. ഇത് പക്ഷെ ക്യാമലിന്റെ ആണ്. അല്ല സോറി, ഇത് ആണ്. ഡോംസിന്റെ അവിടെ കണ്ടില്ല. എന്റെ ബോക്സിന് ഒരു പ്രശ്നവും. ബോക്സ് നല്ല പ്രശ്നം. അതിന്റെ ഉള്ളിലത്തെ കോമ്പസ് ഡിവൈഡർ അതൊക്കെയാണ് പ്രശ്നം. പക്ഷെ കോമ്പസും ഡിവൈഡറും ഒന്നും വേറെ ആയിട്ട് കിട്ടുന്നില്ല. കിട്ടി ഡിവൈഡർ നമുക്ക് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. കോമ്പസ് കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ക്യാമലിന്റെ ഉള്ളിലെ ഡോംസിന്റെ അപ്പോഴാണ് അപ്സരയുടെ വാങ്ങുന്നത്. പിന്നെ കോമ്പസ് വാങ്ങി. കോമ്പസ് അവിടെ ക്യാമലിന്റെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഡോംസിന് പകരം യൂസ് ചെയ്യുന്നത് ക്യാമലിന്റെ കോമ്പസ് തന്നെയാണ്. പൊട്ടിപ്പോയിട്ട് എക്സാമിന്റെ നേരത്താണ് പൊട്ടിയത്. എക്സാമിന്റെ രാവിലെ സെക്കൻഡ് ലാസ്റ്റ് എക്സാം ആണ്. എന്നിട്ട് എന്റെ ചാച്ചന്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നു. മഹേഷ് അങ്കിളാണ് ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തത്. അപ്പൊ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ്. ഇത് ഞാൻ എടുക്കുമ്പോ എല്ലാം തുമ്മുന് വേണം. അതാണ് അതുകൊണ്ടല്ല അമ്മ പറഞ്ഞു 2 പേർക്ക് ഒരേപോലത്തെ
വാങ്ങിക്കോന്ന്. ഇത് ഞങ്ങൾ അധികം സ്കൂളിലേക്ക് കൊണ്ടുപോകാത്തതാണ്, ഞങ്ങൾ വീട്ടിലെ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ എല്ലാം. പിന്നെ ഞങ്ങൾ ഇതാണ് വാങ്ങാറ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മുതൽ ഞങ്ങൾ ഇതാണ് വാങ്ങാറ്. കാരണം തുമ്പു ഇടയ്ക്കിടയ്ക്ക് സ്കെയില് മിസ്സാക്കിയിട്ട് വരും. ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. ഞാൻ പക്ഷെ കഴിഞ്ഞ വട്ടം വാങ്ങിയത് ഫാബർ കാസ്റ്റലിന്റെ ആണ്. ഇപ്രാവശ്യം ഫാബർ കാസ്റ്റലിന്റെ ഇല്ല, ക്യാമലിന്റെ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത് വാങ്ങിച്ചു. ഇത് പെണ്ണാണ്. തുമ്പു ഇനി തേടിക്കായതുകൊണ്ട് തുമ്പൂൽ ഒരു പെണ്ണാണ്. ഞാൻ സാധാരണ ആകെ ഒരു പാക്കറ്റ് ബ്ലൂവും അതുപോലെ ഒരു 5 ബ്ലാക്കും ആണ് വാങ്ങാറ്. ഇപ്രാവശ്യം 2 പാക്കറ്റ് ബ്ലൂവും 1 പാക്കറ്റ് ബ്ലാക്ക് പെണ്ണും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് മുതൽ ഇപ്പൊ വിൻമൈസ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ വീട്ടിലുള്ളതാണ്. ഇത് അമ്മമ്മക്ക് കീഴില് തൂക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഈ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. പിന്നെ വീട്ടിലോട്ട് 3 ലെക്സിയുടെ പെണ്ണ് വാങ്ങിയിട്ടുണ്ട്. 3 കാണുന്നുള്ളൂ, 4 ഉണ്ട്. പിന്നെ നോക്കാം, ഇതൊക്കെ വീട്ടുകളാണ്. വീട്ടുകളെ നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ കാണാതെ പ്രശ്നമാണ്. ഞങ്ങള് വീട്ടുകളെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ അത് സെപ്പറേറ്റ് ആയിട്ട് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇത് എനിക്ക് ചേച്ചി ഒരു നൈസ് ബുക്ക് ഇട്ടപ്പോ ഞാൻ നല്ല കണ്ടപ്പോ അച്ഛൻ പറഞ്ഞത് നല്ലതാണ്. ഞാനൊരു ചെറിയ ക്ലാസ്മേറ്റിന്റെ അത്രയും നൈസായിട്ടുള്ള ഒരു ബുക്ക് എടുത്തു വെറുതെ. പക്ഷെ തുമ്പ് ഇത്രയും വലിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക് എടുത്തിരിക്കുന്നു. എന്നിട്ട് കടയിൽ വന്നിട്ട് ചേച്ചി കണ്ടിട്ടിരിക്കുന്നു, പ്ലീസ് തുമ്പ് പ്ലീസ് എനിക്ക് തരുമോ. എനിക്ക് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അച്ഛനച്ഛൻ ഇത് കാട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ബുക്കാണ് നല്ലത് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കി. അപ്പൊ തുമ്പൂന് ആ ബുക്ക് എനിക്ക് അത് പകരം നോക്കൂ. ഞാൻ ക്ലാസ്മേറ്റിന്റെ ഇത്രയും ചെറിയ നൈസായിട്ടുള്ള ബുക്ക് എടുത്തപ്പോ ഇത്രയും നല്ലൊരു ബുക്കാണ്. പക്ഷെ എന്റെ ബുക്കാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കമന്റ് ചെയ്യും. പണ്ട് എന്റെ ബുക്കാണ് ഏറ്റവും കംഫർട്ടബിൾ. എന്റെ പോക്കറ്റിലൊക്കെ കൊള്ളുന്നത് ഇതാണ്. ഇത് വളരെ നല്ലത്. ഭയങ്കര തിക്കാണ്, അത് നല്ലതാ. പിന്നെ നമ്മള് സ്കെച്ചൊക്കെ വാങ്ങിയിട്ട് വല്ല ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ നോക്കുമ്പോ ബ്ലാക്ക് കളർ മാത്രം ഉണ്ടാവില്ല, ബ്രൗൺ ഉണ്ടാവുന്നിട്ട് ബ്രൗണൊക്കെ വെച്ചിട്ടാവും ഔട്ട്ലൈൻ ചെയ്യാം. അപ്പൊ ഒരു പാക്ക് 12 പീസുള്ള ഒരു പാക്ക് ബ്ലാക്ക് സ്കെച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് അതെന്റെയാണ്. സ്റ്റിക്കി നോട്ട്സ് എന്താണ് ഇത് എന്റെയാണ്. ഞാൻ ഒരു സർക്കിൾ ഷേപ്പുള്ളത് വാങ്ങി. ഞാനപ്പോ ഹാർട്ട് ഷേപ്പുള്ളത് വാങ്ങി. ഞാനാണ് സർക്കിൾ കാട്ടി കൊടുത്തത്. പക്ഷെ ഇതില് യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, പിങ്ക് വരുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ വാങ്ങിയാലും യെല്ലോ, എന്റെ യെല്ലോ പിന്നെ പിങ്ക്, ഗ്രീൻ, ഓറഞ്ച്. പക്ഷെ കളറൊക്കെ സെയിം ആണ് ചേച്ചി ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ വട്ടം ഞാൻ വാങ്ങിയപ്പോ ചെറിയ ചെറിയ നോട്ട് പാഡ്സ് ആയിരുന്നു. അപ്പം അതിലധികം എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നേരെ നോക്കി വാങ്ങിയതാണ്. അപ്പൊ തുമ്പൂരും വേണം, ഭയങ്കര ഇഷ്ടമായി. അടുത്തതായിട്ടാണ് ഈ സാധനം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അതിന്റെ മൂന്നെണ്ണം എന്താണെന്ന് വെച്ചാൽ തുമ്പ ഇടയ്ക്ക് ഇത് കാണാതാക്കിക്കൊണ്ട് വരും. പിന്നെ നമുക്ക് കളർ ചെയ്യാൻ നോക്കുമ്പോഴും ഇത് ചെയ്യാൻ മനസ്സിലാവുക. പിന്നെ ചില ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് കളർ ചെയ്യേണ്ടി വരും, അതും കൊണ്ടിട്ട് കളയും. പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് തുമ്പൂന് 2 ക്യാമലിന്റെ എന്താണ് 10 റുപ്പീസിന്റെ ഈ ഒരു ചെറിയൊരു കളർ വാങ്ങി. എനിക്ക് ഒരെണ്ണവും വാങ്ങി കേട്ടോ, പക്ഷഭേദം. കാരണം തുമ്പു ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കളയും, അതാണ്. അപ്പൊ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് ഒരെണ്ണം. പിന്നെ ഇതിന്റെ വലിയ ലെങ്ത് ഉള്ളത് വാങ്ങിയാൽ കൂടെ അത് പൊട്ടുന്നതും ഇത് പൊട്ടി തീരണ സമയം ഒരെണ്ണം തന്നെയാണ്. അപ്പം അത് വാങ്ങണേക്കാൾ നല്ലത് ഇത് വാങ്ങുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങള് എന്താണ് ഇപ്രാവശ്യം സെപ്പറേറ്റ് ആയിട്ട് ഇറേസറും ഷാർപ്പനറും വാങ്ങിയില്ല. മറ്റേ കിഡിയപ്പില്ല അപ്സരയുടെ ഇതാണ് വാങ്ങിയത്. നല്ലതാണ്. ഇപ്രാവശ്യം ഇറേസറും ഷാർപ്പനറും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെൻസിൽ ഞങ്ങൾ രണ്ടാളും അധികം യൂസ് ചെയ്യില്ല. ഞങ്ങൾ 4 കളേഴ്സ് ആയിട്ട് വാങ്ങിയത്. പിങ്ക്, ഓറഞ്ച്, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ. എനിക്കിത് വേണം. അമ്മ ഞാനിത് അമ്മയെന്നാണ് പറഞ്ഞിട്ട് വാങ്ങിയത്. ഓക്കെ, ഞാൻ ഗ്രീൻ എടുത്തു. ഗ്രീൻ പിന്നെ ബ്ലൂ.
വേണ്ടി ഇത് മാച്ച് ആയി മാച്ച് എന്റെയാണ് പ്ലീസ് തരൂ. പുള്ളി നന്നായിട്ട് തോന്നി. പിന്നെ ലിംബൈസ്റ്റിക് വളരെ നല്ലൊരു ബ്രാൻഡാണ്. കട്ട് ചെയ്യാം.